പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരിക. എന്താ ഓർമ്മ വരണത്? കൃഷ്ണപരമാത്മ കൂടെ ഉണ്ടായിരുന്ന ഉദ്ധവൻ, കൃഷ്ണൻ തേരാളിയായിരുന്ന അർജുനന് മധ്യവയസ്സിൽ ഉപദേശിച്ചതാണ് ഭഗവത്ഗീത. പടക്കളത്തിൽ വെച്ച് കുരുക്ഷേത്ര രണഭൂമിയിൽ. അത് കഴിഞ്ഞ് ദശാബ്ദങ്ങൾ കഴിഞ്ഞു. കൃഷ്ണന് 125 വയസ്സായി. ഒപ്പം ഉദ്ധവനും വളരുകയാണല്ലോ. ആ ഉദ്ധവൻ എപ്പോൾ നോക്കിയാലും കൃഷ്ണൻ്റെ കൂടെയാണ്. കൃഷ്ണന് വലിയ വിശ്വാസമാണ്. ഒരു മന്ത്രിയും കൂടിയാണെന്ന് പറയാം. ആരെ? ഉദ്ധവൻ. ഉദ്ധവൻ്റെ ഉപദേശമൊക്കെ എന്താ ഉദ്ധവ വേണ്ടേ എന്നൊക്കെ കൃഷ്ണൻ ചോദിക്കാറുണ്ടായിരുന്നു. അസലായിട്ട് മറുപടി പറയുകയും ചെയ്യും. അങ്ങനെയുള്ള ഉദ്ധവൻ കൃഷ്ണൻ പോണൂന്ന് കേട്ടപ്പോൾ വല്ലാതെ തളർന്നു പോയി. കൃഷ്ണനെ വിട്ട് അരനിമിഷം പോലും ഇരിക്കാൻ ഉദ്ധവന് സാധിക്കില്ല. അങ്ങനത്തെ ഒരു ഭക്തിയാണ്. അത്രയ്ക്ക് ഭക്തിയുള്ള ആൾ കൃഷ്ണൻ പോയാൽ പിന്നെ എങ്ങനെയാണ് കഴിഞ്ഞുകൂടുക? അപ്പോൾ അരനിമിഷം പോലും എനിക്ക് അകന്നിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങ് പോകുമ്പോൾ എന്നെയും കൂട്ടിക്കൊണ്ടുപോകണേ എന്ന് പറഞ്ഞ് അടുത്തുകൂടി. അപ്പോൾ കൃഷ്ണൻ എന്തു ചെയ്യും? ഒന്നിലോ കൂട്ടിക്കൊണ്ടു പോകണം, അല്ലെങ്കിലോ പോകണം എന്നുള്ള വിചാരം പോലും ഇല്ലാതെയാക്കി തീർക്കണം ഉദ്ധവൻ്റെ മനസ്സിന്. അപ്പോൾ കൃഷ്ണൻ എന്തു ചെയ്തു? ഞാൻ പോകുമ്പോൾ ഒരാളെ കൂട്ടിക്കൊണ്ടു പോകാൻ പറ്റുമോ? അതെങ്ങനെയത്? ഈ കൂട്ടിക്കൊണ്ടുപോലും കൊണ്ടുവരലോ ഒക്കെ ദേഹത്തോടു കൂടിയിരിക്കുമ്പോഴാണല്ലോ. ദേഹം വിട്ടൊരാൾ പോകുമ്പോൾ എന്താ കൊണ്ടുപോകലോ കൊണ്ടുവരലോ വല്ലതും ഉണ്ടോ? ഒന്നുമില്ലല്ലോ. ദേഹമല്ലാത്തത് എങ്ങെന്നറിഞ്ഞിരിക്കുന്നതാണ്. ആ എങ്ങെന്നറിഞ്ഞ പൊരുളിന് ഒന്നിനെ കൊണ്ടുപോകാനോ കൊണ്ടുവരാനോ ഉണ്ടോ? ഇല്ല. പക്ഷേ ഉദ്ധവന് വിഷമമുണ്ട്. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ഉദ്ധവ, ഞാൻ പോയാൽ പിന്നെ ഉദ്ധവന് എന്നെ വിട്ടിരിക്കാൻ പറ്റില്ല എന്നല്ലേ പറയണത്? ആയിക്കോട്ടെ, ഞാൻ പോകുന്നതിന് മുൻപ് തന്നെ എന്നെ വിട്ടാൽ പോയി കളയൂ. അത് കഴിഞ്ഞാൽ ഞാൻ പോവും. ഞാൻ പോയാൽ 7-ാം ദിവസം ഈ ദ്വാരകയെ തന്നെ സമുദ്രം അങ്ങോട്ട് മുക്കിയെടുക്കും. ഇവിടെ പിന്നെ ആർക്കും ഇരിക്കാൻ കൊള്ളില്ല. അപ്പം വിട്ടുപോക്കോളൂ. ഇപ്പോഴാകുമ്പോൾ ഞാനിവിടെ ഉണ്ട്. കൃഷ്ണൻ പറഞ്ഞിട്ടാണ് കൃഷ്ണനെ വിട്ടു പോണേ എന്നുള്ളൊരു വിചാരവും മനസ്സിലുണ്ടാവും. ഇതങ്ങോട്ട് പറഞ്ഞപ്പോൾ ഉദ്ധവൻ തളർന്നു. കൃഷ്ണൻ പറഞ്ഞാൽ ഉടനെ കേൾക്കണമല്ലോ. പറ്റില്ല. എവിടേക്കാണ് പോകേണ്ടത്, എങ്ങനെയാണെന്ന് ചോദിക്കാൻ വേണ്ടേ? അത് ചോദിക്കാൻ പറ്റിയില്ല. മറിച്ച് പറഞ്ഞത് എന്താ? അങ്ങ് പറഞ്ഞ മാതിരി എനിക്ക് ചെയ്യാൻ ആവണം. അതിന് തടസ്സമായി നിൽക്കുന്നത് സോഹം മമാഹമിതി മൂഢമതിർവിഗാഢ ത്വന്മായയാ വിരചിതാത്മനി സാനുബന്ധേ എന്നാണ് പറഞ്ഞത്. അങ്ങയുടെ മായയാൽ തന്നെ എൻ്റെ മനസ്സിൽ ഈ ശരീരമാണ് ഞാൻ എന്നൊരു തോന്നലും ശരീരത്തിന് അനുഭവിക്കാനുള്ളതെല്ലാം എൻ്റെ ആണെന്നൊരു വിചാരവുമുണ്ട്. ഇത് രണ്ടും തെറ്റാണെന്ന് എനിക്കറിയാൻ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുമുണ്ട്. അങ്ങയുടെ സംഭാഷണത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് രണ്ടും എൻ്റെ ഉള്ളിൽ നിന്ന് തുടച്ചു മാറ്റാൻ എനിക്ക് പറ്റുന്നില്ല. അങ്ങയുടെ മായയാണ് അതിൻ്റെ പിന്നിൽ. അപ്പോൾ ഇത് രണ്ടും ഇളക്കിയെടുത്ത് കളയണമെന്നുണ്ടെങ്കിൽ എന്തു വേണം? മനസ്സിലും ബുദ്ധിയിലും ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാനുള്ളത് അറിവാണ്. ഭക്ഷണം വായു കൂടി വയറ്റിലേക്ക് പോവും. വായു മൂക്ക് കൂടി ശ്വാസകോശത്തിലേക്ക് പോവും. പക്ഷേ മനസ്സിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് ഒരു വസ്തുവില്ല, ദ്രവ്യവുമില്ല. അവിടെ എന്തെങ്കിലും ഒന്ന് പ്രവേശിക്കുന്നുണ്ടെങ്കിൽ അത് ശബ്ദങ്ങളിലൂടെ നാം പ്രസരിപ്പിക്കുന്ന അറിവാണ്. അപ്പം അങ്ങ് എന്നെ ഉപദേശിക്കൂ. തെറ്റായിട്ടുള്ള സങ്കല്പങ്ങളും താതാത്മ്യങ്ങളുമൊക്കെ എൻ്റെ മനസ്സിൽ നിന്ന് പോയി അങ്ങ് പറഞ്ഞ പോലെ തന്നെ അങ്ങ് പോകാൻ നിൽക്കാതെ അങ്ങയെ വിട്ട് ഞാനിങ്ങോട്ട് പോകണം. എന്തിനാ ഞാനിത് പറഞ്ഞത്? അവിടെയും ഉദ്ധവൻ ആവശ്യപ്പെട്ടത് എന്താ? എൻ്റെ മനസ്സിലിറങ്ങി എനിക്ക് അറിവുണ്ടാക്കി തരണം എന്നാണ് പറയുന്നത്. എല്ലാവർക്കും അവസാന ആവശ്യത. ഒരു ഭക്തൻ എന്ന് പറഞ്ഞാൽ ആ ഭക്തൻ്റെ അവസാനത്തെ നില എന്താ? ഭഗവാൻ ആര്? എന്ത്? ഭക്തനാര്? ലോകമെന്ത്? ഇതെല്ലാം മനസ്സിലാക്കി
വേണ്ടതുപോലെ ജീവിക്കാൻ നമുക്ക് സാധിക്കണം.